വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 20% വോട്ട് വർധനവ് നേടി BJP. നഗരമേഖലകൾക്കൊപ്പം ഗ്രാമീണ മേഖലയിലെ മികച്ച മുന്നേറ്റവും പാർട്ടിയെ തുണച്ചതാണ് വോട്ട് വിഹിതത്തിലെ ഉയർച്ചയെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളങ്ങി നിൽക്കുന്ന BJPക്ക് വോട്ടുകളുടെ കണക്കിലും അഭിമാനിക്കാം. സംസ്ഥാനത്തൊട്ടാകെയായി നേടിയ സീറ്റ് നില പരിശോധിച്ചാൽ 20%-നടുത്താണ് വർധനവ്. നഗര-ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ കണക്കുകൾ BJP സംസ്ഥാന നേതൃത്വം പരിശോധിച്ചു വരികയും ചെയ്യുന്നു. ഈ കണക്കുകൾ കൂടി ചേരുമ്പോഴേക്കും 20%-ന് മുകളിലേക്ക് ഇത്തവണ വോട്ട് വിഹിതത്തിന്റെ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 1444 വാർഡുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP കൂടെ കൂട്ടിയത്. കഴിഞ്ഞ തവണ 1182 സീറ്റുകൾ, അതായത് 23%-ന്റെ ഉയർച്ച. കോർപ്പറേഷനിൽ വോട്ട് വിഹിതം 20%-വും. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 15%, 45%-ന്റെയും വോട്ട് വർധനവ്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം അലയടിക്കുന്ന ഒരു വികസന രാഷ്ട്രീയം, അത് കേരളത്തിലും ആവശ്യമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്തെ ആധികാരികമായിട്ടുള്ള വിജയം, മറ്റ് കോർപ്പറേഷനുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം, മുനിസിപ്പാലിറ്റികളിലെല്ലാം ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, ഇതെല്ലാം കാണിക്കുന്നത് കേരളം രാഷ്ട്രീയമായിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. 110 ഗ്രാമപഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്തിയ BJP കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിലടക്കം നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇടത് വലത് മുന്നണികളെ തള്ളി വോട്ടർമാർ BJPക്ക് നൽകിയ സ്വീകാര്യത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അരക്കെട്ടുറപ്പിക്കാൻ ജില്ലയിലുടനീളം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് നേതൃത്വം. തെരഞ്ഞെടുപ്പിലെ വിജയത്തിളക്കത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നേതൃത്വത്തെ അനുമോദിക്കാൻ നേരിട്ടെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തന്ത്രങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും ഉടൻ കടക്കാനാണ് ടീം BJPയുടെ തീരുമാനം. കെ. ബി. ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.